ഒടുവിൽ വെടിനിർത്തണമെന്ന ഹിസ്ബുള്ളയുടെ ആവശ്യം പരിഗണിച്ച് ഇസ്രായേൽ. ലബനനിലെ ഹിസ്ബുള്ളയുമായി US പിന്തുണയുള്ള വെടിനിർത്തൽ കരാറാണ് ഇസ്രായേൽ പരിഗണിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഞായറാഴ്ച രാത്രി ഉന്നതതല കൂടിയാലോചനകൾ നടത്തിയെന്നാണ് വിദേശ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത. ഭീകരസംഘം വെടിനിർത്തൽ നിർദ്ദേശം അവലോകനം ചെയ്യുകയും പ്രതികരണം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പന്ത് ഇസ്രായേൽ കോർട്ടിലാണെന്നും ഹിസ്ബുള്ള നേതാവ് നഈം ഖാസിം കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. വെടിനിർത്തൽ നിർദ്ദേശത്തിൽ 3 ഘട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഹിസ്ബുള്ളയുടെ ലിറ്റാനി നദിക്ക് വടക്കു നിന്നും സൈന്യത്തെ നീക്കം ചെയ്യൽ, തെക്കൻ ലബനനിൽ നിന്നും ഇസ്രായേലിന്റെ പിൻവാങ്ങൽ, തർക്കമുള്ള അതിർത്തി പ്രദേശങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള ഇസ്രായേൽ ലബനീസ് ചർച്ചകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങൾ. വെടിനിർത്തൽ നിരീക്ഷിക്കുവാൻ US നേതൃത്വത്തിലുള്ള ഒരു അന്താരാഷ്ട്ര ബോഡിയെ ചുമതലപ്പെടുത്തുമെന്നും ലബനൻ സൈന്യത്തിന്റെയും അന്താരാഷ്ട്ര സേനയുടെയും യാതൊരു നടപടിയും കൂടാതെ ഹിസ്ബുള്ള വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചാൽ സൈനികമായി പ്രവർത്തിക്കുവാനുള്ള ഇസ്രായേലിന്റെ അവകാശം പുനഃസ്ഥാപിക്കുമെന്നും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ സമീപ ദിവസങ്ങളിൽ തെക്കൻ ലബനനിൽ IDF-ഉം ഹിസ്ബുള്ളയും തമ്മിലുള്ള കനത്ത പോരാട്ടം തുടരുകയാണ്.